നമസ്കാരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം UDF കൺവീനർ അടൂർ പ്രകാശ് MP-യെ ചോദ്യം ചെയ്തത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ MP തന്നെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് അത്യന്തം രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മൈക്കുകളുമായിട്ട് അടുത്തേക്ക് നീങ്ങിയ റിപ്പോർട്ടർമാരെ തടഞ്ഞ അദ്ദേഹം പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധികളോട് കയർക്കുകയും അവരുടെ മൈക്ക് തട്ടിമാറ്റുകയും ചെയ്തു. മര്യാദയ്ക്ക് മൈക്ക് മാറ്റിക്കൂ എന്ന താക്കീതോടെ തുടങ്ങിയ MP മരമുറി കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉന്നയിച്ച് പ്രസ്തുത മാധ്യമ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അന്വേഷണം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടായ ഈ രോഷപ്രകടനം അത് അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം തന്നെ ഒരു നിമിഷം അമ്പരപ്പിച്ചു. ഈ കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചനകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ അതിപ്രസരത്തെക്കുറിച്ചും വലിയ ആരോപണങ്ങളാണ് ഈ സംഭവത്തോടെ ഇപ്പോൾ ഉയരുന്നത്. തന്നെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന വികാരമാണ് അടൂർ പ്രകാശ് പ്രകടിപ്പിച്ചത്. ഒരു പഴയ ഫോട്ടോയെ മുൻനിർത്തി തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇടതുമുന്നണിയും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. റിപ്പോർട്ടർ ചാനലിന്റെ ചോദ്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്നും MP തുറന്നടിച്ചു. ഇത്തരം കുനിഷ്ഠ ചോദ്യങ്ങൾക്ക് താൻ മറുപടി നൽകാൻ ബാധ്യസ്ഥനല്ലെന്നും വ്യക്തമാക്കിയ അദ്ദേഹം വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരയാക്കരുതെന്ന കർശനമായ നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള സർക്കാർ നീക്കങ്ങളുടെ തുടർച്ചയായാണ് ഈ അന്വേഷണത്തെ UDF കേന്ദ്രങ്ങൾ കാണുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതുപോലെ സർക്കാർ വിരുദ്ധ വികാരം മറികടക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന വാദത്തിന് ഈ സംഭവം ഇപ്പോൾ കൂടുതൽ കരുത്തു പകരുന്നു. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങളിലും സമാനമായ രീതിയിൽ മാധ്യമങ്ങളും സർക്കാരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചുവെന്ന ആക്ഷേപം ശക്തമായിരുന്നു. അന്ന് രാഹുലും ഇതേ ചാനലിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശും സമാനമായ രീതിയിൽ പ്രതികരിച്ചതോടെ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വഷളാകാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിയുന്നത്. അന്വേഷണത്തിന് ശേഷം MP നടത്തിയ ഈ രൂക്ഷ പ്രകടനം അത് സോഷ്യൽ മീഡിയയിലടക്കം തന്നെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഒരു വശത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് മാധ്യമങ്ങൾ പുലർത്തേണ്ട നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. CPM-നെ സഹായിക്കുന്ന രീതിയിൽ വാർത്തകൾ ചമയ്ക്കുന്നുവെന്ന UDF-ന്റെ സ്ഥിരം പരാതി അത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ സംഭവങ്ങൾ വികസിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരാനിരിക്കെ അടൂർ പ്രകാശിൻ്റെ ഈ പ്രതികരണം കോൺഗ്രസ് അണികൾക്കിടയിൽ പോലും വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. അടൂർ പ്രകാശിന്റെ ആ പ്രതികരണം കൂടി ഒന്ന് കണ്ടുവരാം. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിനെ ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ മറുപടി നൽകിയതിൽ അവർക്ക് അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവര് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ ചാനലില് ഈ പറയുന്ന അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിനെ ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ ബന്ധമാണോ പ്രധാനമായും ചോദ്യം ചെയ്യലിൽ ഉയർന്നു വന്നത്? പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ പോറ്റി എസ്റ്റേറ്റ് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണോ? അത് എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുക. കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയും. എന്നോട് ചോദിക്കേണ്ട ഇന്നിപ്പോ മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു. ഒരുമിച്ചിരുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച്
ഇനി അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ പലതവണ പറഞ്ഞു. പക്ഷേ താങ്കൾ ആറ്റിങ്ങൾ എത്തിയാവുന്നതിന് മുമ്പ് പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിലെന്താണ് നിങ്ങൾ അവിടെ അന്വേഷിക്കും.